manufacturing process is broadly classified into 4 categories. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കാസ്റ്റിംഗ് പ്രോസസ്. അപ്പോൾ ഒരു നമ്മളെല്ലാവരും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ കാസ്റ്റിംഗ് പ്രോസസ്. ആ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ എപ്പോഴും പറയാം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മളൊരു മൊഡ്യൂൾ മൊത്തം കാസ്റ്റിംഗ് പ്രോസസ്സിനെ പറ്റി പഠിക്കുന്നതാണ്. ഫസ്റ്റ് ഡെഫിനിഷൻ വാട്ട് ഇസ് ദ കാസ്റ്റിംഗ് പ്രോസസ്. കാസ്റ്റിംഗ് എന്താണ്? ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ ഡെഫിനിഷൻ പറയാറിയായിരിക്കും. ഓക്കെ, എനിവേ ഫസ്റ്റ് ക്ലാസ് അല്ലേ. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താ? ഒരു മെറ്റല് മോൾട്ടൺ സ്റ്റേജിലാക്കിയിട്ട്, മെറ്റല് ഹീറ്റ് ചെയ്തിട്ട് മോൾട്ടൺ സ്റ്റേജിലാക്കിയിട്ട് ലിക്വിഡ് സ്റ്റേജിലാക്കിയിട്ട് ഒരു കാവിറ്റി അല്ലെങ്കിൽ ഒരു ഡൈയിലേക്ക് മോൾട്ടൺ മെറ്റൽ പോർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഡിസൈഡ് ഷേപ്പ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് കാസ്റ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കാസ്റ്റിംഗ് പ്രോസസ്. ഇതൊക്കെ നമുക്ക് ജനറലാണ്. നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് അല്ല, ജനറൽ നോളജ് ആണ്. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ജനറൽ നോളജ് ആണ് കാസ്റ്റിംഗ് എന്താണ്. ഓക്കെ, രണ്ടാമത്തെ മാനുഫാക്ചറിങ് പ്രോസസ് ആണ് ഫോമിംഗ് പ്രോസസ്. ഫോമിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഷേപ്പിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാം. നമ്മുടെ നിങ്ങളുടെ ഇരിക്കുന്ന ടേബിളിന്റെ ഫ്രണ്ടിൽ പല ടൈപ്പ് മെറ്റാലിക് എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇരിക്കുന്ന ടേബിളിന്റെ ഫ്രെയിം ഉണ്ടായിരിക്കും. ആ ഫ്രെയിം ചിലപ്പോൾ മെറ്റൽ റോഡുകൾ വെച്ചിട്ടായിരിക്കും, മെറ്റൽ ട്യൂബുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇരിക്കുന്നുണ്ടായിരിക്കും. ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു സോളിഡ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു നമുക്ക് ആ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഷീറ്റ് ആയിരിക്കും. മെറ്റലിന്റെ ഒരു ഷീറ്റ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഷീറ്റിൽ നമ്മൾ പല ഷേപ്പിൽ പല മെഷീൻസ് യൂസ് ചെയ്തിട്ട് ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബോക്സിന്റെ ഷേപ്പിലേക്ക് എത്തിക്കുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു മെറ്റൽ പീസിനെ നമ്മൾ എക്സ്ട്രാ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡിഫറെന്റ് ഷേപ്പിലേക്ക് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഫോമിംഗ് ഓപ്പറേഷൻ. ഓക്കെ, അതാണ് നമ്മൾ ഫോമിംഗ് ഓപ്പറേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ചിലപ്പോൾ ഒരു ഷീറ്റ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ വർക്ക്ഷോപ്പ് ചെയ്തോന്ന് അറിയില്ല. ഫസ്റ്റ് ഇയർ വർക്ക്ഷോപ്പിൽ സ്മിത്തി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ട്. ബ്ലാക്ക് സ്മിത്തി അല്ലെങ്കിൽ സ്മിത്തി കടുവാന്നൊക്കെ പറയുന്ന ആൾ. അവരുടെ ഓപ്പറേഷൻ പറഞ്ഞാൽ അവർക്കൊരു ആല ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഫർണസ് ഉണ്ടായിരിക്കും. ഫർണസിൽ ദേ വിൽ കീപ് ദെയർ മെറ്റൽ. നമ്മൾ നോർമലി നമ്മുടെ കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചിസ്റ്റൽ അല്ലെങ്കിൽ മഴു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അവർ ഉണ്ടാക്കി തരും. അതിലെന്താ, അവരൊരു ഫർണസിൽ അവരുടെ എലമെന്റ്സ് വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഒരു ഹാമർ യൂസ് ചെയ്തിട്ട് അവരതിനെ അടിക്കും. ദാറ്റ് മീൻസ് ദേ ആർ അപ്ലൈങ് എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനെ അവർ ചേഞ്ച് ചെയ്യും, അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഫോമിംഗ് പ്രോസസ്. അപ്പോൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫോമിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ. ഇതൊക്കെ നമ്മൾ ഞാൻ പറയുന്നു സബ്ജക്ട് സ്പെസിഫിക് അല്ല, ജസ്റ്റ് ജനറൽ നോളജ് പോലെ പറയുന്നതാണ് വാട്ട് ഈസ് ഫോമിംഗ് ഓപ്പറേഷൻ. ഫോമിംഗ് ഓപ്പറേഷൻ എന്താ? നമുക്ക് തന്നിരിക്കുന്ന മെറ്റലിനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് ഷേപ്പ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, അപ്പോൾ നിങ്ങൾ അതിനെ ഹീറ്റ് ചെയ്യുമെന്ന് ചോദിക്കും. ഹീറ്റ് ചെയ്തിട്ടാണോ ഷേപ്പ് ചേഞ്ച് വരുത്താൻ? അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഹീറ്റ് ചെയ്തിട്ട് ഷേപ്പ് ചേഞ്ച് ചെയ്യാറുണ്ടാകും. ഹീറ്റ് ചെയ്യാണ്ടും ചിലപ്പോൾ ഷേപ്പ് ചേഞ്ച് നമ്മൾ വരുത്താറുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ വരിക പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നില്ല. എല്ലായ്പ്പോഴും നമുക്ക് മെറ്റലിന്റെ ഷേപ്പ് ചേഞ്ച് വരുത്താൻ ഹീറ്റ് ആവശ്യമില്ല. ചില നോർമൽ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ ഫോമിംഗ് ഓപ്പറേഷൻ വേണമെങ്കിൽ രണ്ടായിട്ട് പറയാം. കോൾഡ് ഫോമിംഗ് ആൻഡ് ഹോട്ട് ഫോമിംഗ് എന്ന് പറയും. കോൾഡ് ഫോമിംഗ് ആൻഡ് ഹോട്ട്. നമുക്ക് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. അവിടെ നിന്നോട്ടെ. തേർഡ് വൺ ഇസ് ഫാബ്രിക്കേഷൻ പ്രോസസ്. ഈ ഫാബ്രിക്കേഷൻ പ്രോസസ് നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത് വെൽഡിംഗ് പ്രോസസ്സാണ്. വെൽഡിംഗ് എന്നുള്ള വാക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനും കേട്ടിട്ടുണ്ടായിരിക്കും. വെൽഡിംഗ് എന്നുള്ള വേർഡ് മീനിങ് എല്ലാവർക്കും, അല്ലെങ്കിൽ വെൽഡിംഗ് എന്നുള്ള പ്രോസസ് എന്താണെന്ന് ഒരു എല്ലാവർക്കും അറിയാം. കാരണം എന്തെങ്കിലും ഇത്രയും കാലത്ത് ഇപ്പൊ എല്ലാവർക്കും ഒരു 10-18 വയസ്സായല്ലോ, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും എവിടെയെങ്കിലും ഒരു വെൽഡിംഗ് ഷോപ്പ് ഉണ്ടായിരിക്കും. എല്ലാവരുടെ നാട്ടിലും ഒരു വെൽഡിംഗ് ഷോപ്പ് ഉണ്ടായിരിക്കും. നാട്ടിലെ ഡ്രസ് വർക്കുകളും അങ്ങനെ പല വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിട്ടായിരിക്കും. ഇപ്പോൾ വീട്ടിലെ ഡ്രസ് വർക്കിനാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഒരു കത്തിയോ അല്ലെങ്കിൽ വെൽഡ് ചെയ്യാൻ വെൽഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ മെറ്റലിന്റെ നമ്മുടെ നോർമലി വുഡൻ ഹാൻഡിലായിരിക്കും. അത് ഡാമേജ് ആകുമ്പോൾ ഞാനത് മെറ്റലിന്റെ ഹാൻഡിൽ ഇടാൻ വേണ്ടിയിട്ട് അവരെടുത്ത് ചെയ്തു തരാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ലാഡർ റിപ്പയർ ചെയ്യാൻ. എനി കേസ് നമ്മൾ എപ്പോഴെങ്കിലും ഒരു വെൽഡിംഗ് ഷോപ്പിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരിക്കും.
അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ നമുക്കൊരു വെൽഡിംഗ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഫാബ്രിക്കേഷൻ ഓപ്പറേഷൻ നമ്മൾ മെയിൻലി പഠിക്കുന്നത് വെൽഡിംഗ് ഓപ്പറേഷനാണ്. വെൽഡിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് മെറ്റൽസ്. രണ്ട് മെറ്റലുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെൽഡിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് ഓപ്പറേഷൻ പഠിക്കാനുണ്ട്. വെൽഡിങ്ങിന്റെ ആഫ്റ്റർ വെൽഡിംഗ് മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ ഇപ്പോൾ ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞു, മെറ്റലർജി എന്ന സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞു. ആ മെറ്റലർജിയിൽ നമ്മൾ ഡിഫറെൻറ്റ് വെൽഡിംഗ് ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോറി, ഡിഫറെൻറ്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഒരു വെൽഡിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ എന്തായാലും മെറ്റീരിയലിന് ഹീറ്റ് വരും. അപ്പോൾ ഹീറ്റ് വരുമ്പോൾ മെറ്റീരിയൽ ഉണ്ടാകുന്ന ചേഞ്ച് അത് നമുക്ക് പഠിക്കേണ്ടി വരും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ വെൽഡിംഗ് ടെസ്റ്റുകൾ, ആഫ്റ്റർ വെൽഡിങ് നമുക്ക് ചെയ്ത വെൽഡിങ് കറക്റ്റ് ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ടെസ്റ്റുകളുണ്ട്. നമുക്ക് ചെയ്ത വെൽഡ് ഡാമേജ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്ത വെൽഡ് ഡാമേജ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാം. ഡിസ്ട്രക്റ്റീവ് ആൻഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഡീറ്റെയിലായിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ. And the fourth broad classification is called material removal process. അതായത് നമുക്ക് ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചില അൺവാണ്ടഡ് മെറ്റീരിയൽസ് അതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഫൈനൽ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് പല പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. അൺവാണ്ടഡ് മെറ്റീരിയൽസ് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പല പ്രോസസ്സുകൾ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലാബ് നിങ്ങൾക്ക് മെഷീൻ ടൂൾ ലാബ് 1 എന്ന് പറഞ്ഞിട്ട് ഈ സെമസ്റ്ററിൽ വരുന്നുണ്ട്. മെഷീൻ ടൂൾ ലാബ് 2 എന്ന് പറഞ്ഞിട്ട് അടുത്ത സെമസ്റ്ററിൽ വരുന്നുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ലാബാണ്, നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വരുന്ന ലാബാണ് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് മെറ്റീരിയൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ റിമൂവൽ അതിന് വേണ്ടി പഠിക്കുന്നത് വേറെ സബ്ജക്റ്റിൽ തന്നെ നമുക്ക് പഠിക്കുന്നത്. ആ സബ്ജക്റ്റ് പ്രീവിയസ് സിലബസ് പ്രകാരം മെഷീൻ ടൂൾസ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് എന്നായിരുന്നു. അതൊരു 6 മൊഡ്യൂൾ പേപ്പർ ആയിരുന്നു. 4 മൊഡ്യൂൾ ഡീലിംഗ് വിത്ത് മെഷീൻ ടൂൾസ് ആൻഡ് 2 മൊഡ്യൂൾ ഡീലിംഗ് വിത്ത് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ്. ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ്. ഇതൊക്കെ നമ്മൾ പല ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞാൽ കൈ കൊണ്ട് അടിച്ചിട്ടും പ്രസ് ചെയ്തിട്ടൊക്കെ വെൽഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ CAD, CAM കമ്പ്യൂട്ടർ എയ്ഡഡ് മെഷീനറി വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് കോഡുകൾ കൊടുത്താൽ നമുക്ക് ഓബ്ജക്റ്റ് കിട്ടണം. ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് അത് നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ. മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ. ഇനി I will be showing a video that will explaining different manufacturing process. Okay, നമുക്ക് ഇതുപോലെ മാനുഫാക്ചറിംഗ് പ്രോസസ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഈ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം. അതിൽ ഒരു 6 ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. നിങ്ങൾക്ക് ഒരു വീഡിയോന്റെ ഇത് വന്നില്ലേ? ഒരു വീഡിയോന്റെ ഇത് വന്നിട്ടുണ്ടായിരിക്കും. വീഡിയോ പ്ലേ ചെയ്യാം. വോയിസ് കേൾക്കുന്നില്ല ചെയ്യാൻ പറഞ്ഞാൽ മതി. Do you ever wonder how amorphous lumps of material are turned into the everyday products which surround us? Let's find out. In this video, we're going to talk about manufacturing processes. There are 6 main categories of manufacturing processes, which are forming, casting, molding, joining, machining, and additive manufacturing. Okay, I will. Each one of these categories contains a large number of different manufacturing techniques. There are a lot of different factors which need to be considered when selecting the right manufacturing process.
This includes the material you are working with, the geometry of the object, the number of parts you are producing, tool and material costs, and required levels of automation, to name just a few. Let's look through each of the 6 categories in detail. Forming involves applying forces or pressure and plastically deforming the material to produce the desired shape. It is typically used for metals. Most forming processes can be done when the metal is either above or below its recrystallization temperature. This is known as hot or cold working. Hot working makes it easier to plastically deform the metal. But cold working causes strain hardening, which increases the strength of the material. 3 common forming processes are forging, rolling, and extrusion. Modern forging is done using machines. Enclosed die, or impression forging, the metal is placed between top and bottom closed dies. Repeated strokes from the hammer are used to cause the metal to flow into the shape of the dies. Objects produced using forging can have improved mechanical properties compared to objects which are cast. But it can be difficult to achieve tight tolerances using forging, and the required equipment can be expensive. Extrusion is a continuous process which involves placing hot metal in a chamber and using a ram to force it through a die, producing a long object with a constant cross-section. Extrusion provides an excellent surface finish and can achieve very tight tolerances, but it is only suitable for producing 2-dimensional shapes. Rolling is probably the most commonly used forming process. It involves passing metal between 2 or more rollers, which apply pressure and reduce thickness. More complex products like I-beams can also be manufactured by rolling. Rolling can result in improved mechanical properties and can be automated, which makes it good for large-scale production, but tooling costs tend to be high, and it can't be used to produce very complex shapes. Let's move on to the next category of manufacturing processes, casting. Casting involves pouring molten metal into a mold and allowing it to solidify. It is what we call a primary shaping process. A secondary process, such as machining, is typically needed to achieve the desired surface finish. Like forming, casting is most commonly used for metals. 3 common types of casting are die casting, sand casting, and investment casting. In die casting, molten metal is forced into reusable metal dies at high pressure. Once the molten metal has solidified, it is removed from the mold. Die casting is mostly used for non-ferrous metals like aluminum and zinc, which have low melting temperatures. It provides an excellent surface finish and can achieve very tight tolerances. But startup costs tend to be high, so it is only really suitable for large production runs. In sand casting, a pattern is used to create a single-use mold from damp sand. The sand is typically contained in 2 mold boxes, called the cope and the drag. Molten metal is poured into the mold through a channel formed in the sand. When the metal has solidified, the cast object can be removed from the sand. Sand casting can be used for a wide range of metals, including those with high melting temperatures. It can produce large and complex parts, and initial costs are very low, making it good for small production runs. However, it provides a poor surface finish and is not as accurate as other casting processes. The last casting process we will look at is investment casting. Several wax patterns of the same object are created and attached to a sprue. The wax tree is dipped into a slurry to create a ceramic mold.
Heat is applied to melt out the wax. Molten metal is then poured into the ceramic mold. And once the casting has cooled, the mold is broken off. Investment casting is good for parts with complex geometry and can achieve tight tolerances, but it is an expensive and time-consuming process. Molding is very similar to casting. It involves shaping a liquid or pliable material using a mold. Most of the time, molding is used for forming plastics. Typical molding processes are injection molding, compression molding, and blow molding. Let's look at the first two. Injection molding is the most commonly used manufacturing method for plastics. Polymer granules are fed into the hopper, and a screw is used to pass the material through a heated cylinder before it is forced at pressure into the mold. Injection molding is mostly used for thermoplastics, which are polymers which soften when they are heated and harden when they are cooled. It is a very fast process and can be fully automated, meaning labor costs are low, but startup costs are very high due to the expensive molds, so it is really only cost-effective for large production runs. Compression molding involves placing a precise amount of material into a mold. The mold is closed and pressure and temperature are applied. Compression molding is mostly used for thermosets, which are polymers which irreversibly harden when heated. Tooling costs are relatively cheap, making it good for small production runs, but it is quite a slow process and is not well suited for complex designs. So far, we have only looked at material deformation processes. Machining is a material removal process, where a tool is used to remove material from a larger object. It is often used for secondary shaping, when the part has already been formed using a primary process like casting. Machining can be used for a wide range of materials, including metals, plastics, and wood. Examples of machining include drilling, turning, and reaming. Drilling is the cutting of a normal circular hole by pressing a rotating drill bit through a solid object. And turning is the use of a cutting tool to shape a rotating workpiece. Let's move on to the next category. Joining involves combining multiple separate components into a larger assembly. Like machining, joining is a secondary process. Welding, riveting, brazing, soldering, and fastening are all different types of joining processes. Welding uses extremely high heat to fuse distinct metal parts together. Unlike soldering and brazing, the base metal melts during welding. The final category is additive manufacturing, which involves adding material to build up the desired object, typically one layer at a time. 3D printing, selective laser sintering, and vat polymerization are examples of additive manufacturing techniques. For 3D printing, a computer is used to successfully build up an object layer by layer. 3D printing is a slow process, and the range of materials which can be used is limited. As a result, it tends to be used for prototyping rather than for mass production. That's it for this introduction to manufacturing processes. Please comment to let me know what you think, and don't
ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയില്ലേ എന്താണ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. അവർ മെയിൻലി 6 ക്ലാസിഫിക്കേഷൻ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ നമുക്ക് മോൾഡിങ് അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻലി ഡീലിംഗ് വിത്ത് പ്ലാസ്റ്റിക്സ്. നമുക്ക് പ്ലാസ്റ്റിക്സ് ഇല്ല, വിൽ ബി മെയിൻലി ഡീലിംഗ് വിത്ത് മെറ്റൽസ് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് മാത്രമേ നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ് എന്ന ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളൂ. അതുപോലെ ലാസ്റ്റ് അവർ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് ഹാവ് മെൻഷൻഡ് അബൌട്ട് അഡിറ്റീവ് മാനുഫാക്ചറിങ്, 3D പ്രിന്റിംഗ്. നമ്മുടെ മെക്കാനിക്കലിന്റെ CAD ലാബിൽ നമുക്കൊരു 2 3D പ്രിന്റേഴ്സ് ഉണ്ട്. നമ്മൾ 3D പ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ കോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ആയിട്ട് എടുക്കാം. അപ്പോൾ 3D പ്രിന്റിംഗ് തന്നെ നമുക്ക് ഡിഫറെന്റ് ഷേപ്പിന്റെ കോംപ്ലക്സ് ഷേപ്പ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മെയിൻലി 3D പ്രിന്റിംഗ് യൂസ് ചെയ്യുന്നത് ഒരു ഇതുപോലെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മോൾഡ് അല്ലെങ്കിൽ പാറ്റേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 3D പ്രിന്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാസ്റ്റിങ്ങിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റൻഡൻസ് എടുത്തിട്ട് അവസാനിപ്പിക്കും. ഫസ്റ്റ് ക്ലാസ് അല്ലേ, അറ്റൻഡൻസ് എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് അറ്റൻഡൻസ് ചെയ്യാൻ വിളിക്കാം. അപ്പോൾ നിങ്ങൾ പ്രസന്റ് പറഞ്ഞാൽ മതി. ഓക്കെ, സോ ജോൺ ഡേവിഡ് പ്രസന്റ് സർ. ഓക്കെ, പ്രസന്റ് പറഞ്ഞവരെ അക്സെപ്റ്റ് ചെയ്ത് പൊക്കോളൂ കേട്ടോ. കാർത്തിക് KG പ്രസന്റ് സർ. കാർത്തിക് P പ്രസന്റ് സർ. കെവിൻ ദേവി പ്രസന്റ് സർ. കിരൺ പ്രസന്റ് സർ. രോഹിത് പ്രസന്റ് സർ. ഷിദ്രാജ് പ്രസന്റ് സർ. സാക്കിർ നന്ദഗോപാൽ ഹുസൈൻ നിദാൽ നവനീത് പ്രസന്റ് സർ. നിതീഷ് പ്രസന്റ് സർ. നോബിൾ പവിത്ര Present, sir. പ്രദീപ് പ്രസന്റ് സർ. പ്രണവ് പ്രസന്റ് സർ. പ്രവീൺ ദേവ് പ്രസന്റ് സർ. റെനിൽ പ്രസന്റ് സർ. ഋതിക് പ്രസന്റ്. ഋത്വിക് പ്രസന്റ് സർ. രൂപ് കിരൺ പ്രസന്റ് സർ. പ്രസന്റ് സർ. റോസ്മോൾ Present, sir. ശബരിനാഥ് പ്രസന്റ് സർ. സഞ്ജയ് പ്രസന്റ് സർ. സഞ്ജയ് കൃഷ്ണ പ്രസന്റ് സർ. ശരത് ശിവപ്രസാദ് സായുജി VS പ്രസന്റ്. ശിവപ്രസാദ് പ്രസന്റ് സർ. സൂരജ് PS സൂരജ് സുരേന്ദ്രൻ സർ. സർ. സൂരജ് സുരേന്ദ്രൻ പ്രസന്റ് ആണോ? ഹലോ, സർ. സൂരജ് സുരേന്ദ്രൻ പ്രസന്റ് ആണോ? സൗരവ് പ്രസന്റ് സർ. ശ്രീഹരി കൃഷ്ണ പ്രസന്റ് സർ. ശ്രീഹരിയൻ രവി ശ്രീജിത്ത് K ജോഷി പ്രസന്റ് സർ. ശ്രീരാഘവ് വാര്യർ പ്രസന്റ് സർ. ശ്രീറാം PR പ്രസന്റ് സർ. ചാനൽ സുരൂർ പ്രസന്റ് സർ. ടോണി പ്രസന്റ് സർ. വർഗീസ് പ്രസന്റ് സർ. വരുൺ പ്രസന്റ് സർ. വിമൽ പ്രസന്റ് സർ. വിഷ്ണു പ്രജീവ് പ്രസന്റ് സർ. വിഷ്ണു പ്രസാദ് രാംദാസ്
Present, sir. Vishnu Prasad TR, Present, sir. Yadkrishna, Present, sir. Yadkrishnan PR, Yadkrishnan PR, Yadkrishna PS, John Anvin Anthony, Present, sir. Justin Joe, Sir. Sir, ഇത് Present, sir. ആരാണ്? Sir, ഇത് നന്ദോപന sir 63. പിന്നെ മൈക്കിന് ചെറിയ സീൻ sir. ഇയർഫോൺ ആയിരുന്നു. ഓക്കെ ഓക്കെ. മൈക്ക് പ്രശ്നമുള്ളവരെ മീൻസ് ആ സമയത്ത് വിളിക്കുന്ന സമയത്ത് ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി കേട്ടോ. Yes, sir. Okay. 63, sir. ഓക്കെ ഓക്കെ. ജസ്റ്റിൻ ജോസ്, Present, sir. ലിംജോ പി ജോൺസൺ, Present, sir. മയൂഖ്, Present, sir. നെൽവിൻ ടി ജോസഫ്, നെൽവിൻ, Present, sir. Present, sir. നിതിൻ എം എസ്. Present, sir. നിതിൻ അടുത്ത ക്ലാസ്സിൽ മറ്റേ ഐഡിയിൽ കയറിക്കോളൂ കേട്ടോ. ശരി. പ്രണവ് കെ എസ്. Present, sir. പ്രണവിന്റെ പഠിപ്പൊക്കെ എന്തായി? കുഴപ്പമില്ല. മോയത്ത് അതാണോ? പിന്നെ ഡൗട്ടൊന്നും കണ്ട് ഇങ്ങോട്ട് ഭാഗത്തേക്ക് കണ്ടില്ല, അതാണ് ചോദിച്ചാ. റെനിൽ വിയോ, Present, sir. റിക്സൺ വർഗീസ്, ഷാരോൺ വർഗീസ്, Present, sir. എന്റെ മൈക്ക് എന്താ പ്രശ്നമാണ്? അതെ അല്ലേ? ഓക്കെ ഓക്കെ. ശ്രീജിത്ത് സുരേഷ്, Present, sir. ശ്രീരാഗ് വി പി, Present, sir. സുശ്രുത് കെ എസ്, Present, sir. Present, sir. വിനിൽ വർഗീസ്, Present, sir. വിഷ്ണു എം എ. Present, sir. ഓക്കെ. വിനിലും വേറെ ഐഡിയിൽ നിന്ന് കയറിക്കണം, നാളെ കറക്റ്റായിട്ട് കയറിക്കോളൂ കേട്ടോ. അറ്റൻഡൻസ് പറഞ്ഞവർ എക്സിറ്റ് ആയി പൊക്കോളൂ. നാളെ ഫസ്റ്റ് അവർ ആണ്. നാളെ കാണാം. നമുക്ക് കറക്റ്റായിട്ട് തുടങ്ങാം.